ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 42-ാമത്തെ സർഗം. രാക്ഷസ കിങ്കരന്മാരുടെ വധം. തതപക്ഷിനിനാദേന വൃഷഭംഗസ്വനേന ജ ബഭൂവസ്ത്രാസംഭ്രാന്ത സർവേ ലങ്കാനിവാസിന. പക്ഷികളുടെ ദീനരോദനങ്ങളും വൃക്ഷങ്ങൾ മുറിഞ്ഞു വീഴുന്ന ശബ്ദവും കേട്ട് ലങ്കാനിവാസികൾ മുഴുവൻ ഭയസംഭ്രാന്തരായി. വിദ്രുതാശ്ച ഭയത്രസ്ത വിനേദോ മൃഗപക്ഷിണ രക്ഷസാം ച നിമിത്താനി ക്രൂരാണി പ്രതിവേദിരേ. ഭയപ്പെട്ടോടിയ മൃഗങ്ങളും പക്ഷികളും വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. രാക്ഷസന്മാർക്കും പല ദുർനിമിത്തങ്ങളും അനുഭവപ്പെട്ടു. തതോ ഗതായാം നിദ്രായാം രാക്ഷസ്യോ വികൃതാനന തദ്വനം ദദുശൂർഭഗ്നം തം ച വീരം മഹാകവിം. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ദുർമുഖികളായ രാക്ഷസികൾ തകർന്നടിഞ്ഞ പൂങ്കാവനം കണ്ട് വീരനായ ഹനുമാനെയും സദാ ദൃഷ്ട്വാ മഹാബാഹോർ മഹാസത്വോ മഹാബല ചകാരസു മഹദ്രൂപം രാക്ഷസീനാം ഭയാവഹം. ധീരനും മഹാബലിഷ്ഠനുമായ ഹനുമാൻ രാക്ഷസികളെ കണ്ട് അവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കും വിധം തൻ്റെ ആകാരം ഏറ്റവും വലുതാക്കി തീർത്തു. തതസ്ഥം ഗിരിസങ്കാശം അധികായം മഹാബലം രാക്ഷസ്യോ വാനരം ദൃഷ്ട്വാ പ്രപ്രചുർജനകാത്മജാം. പർവ്വതാകാരനും ബലവാനുമായ വാനരനെ കണ്ട് രാക്ഷസികൾ സീതയോട് ചോദിച്ചു, കോയം കസ്യ ബുധോ വായം കിം നിമിത്തമിഹാഗത കഥം ത്വയാ സഹാനേന സംവാദകൃതയിത്യുത. ഇവൻ ആരാണ്? ആരുടെ എവിടെ നിന്ന് വന്നു? ഇവിടെ എന്തിനു വന്നു? മാത്രമല്ല, നീ ഇവനോട് സംഭാഷണം ചെയ്തത് എങ്ങനെ? ആജക്ഷാനോ വിശാലാക്ഷി മാ ഭൂതേ സുഭഗേ ഭയം സംവാദമസിതാവാംഗേ ത്വയാ കിം കൃതാവാനയം. കറുത്ത കണക്കണ്ണോടുകൂടിയ സുന്ദരി, ഇവൻ നിന്നോട് സംസാരിച്ചത് വാസ്തവമല്ലേ? നീ ഞങ്ങളോട് തുറന്നു പറഞ്ഞാലും നിനക്ക് യാതൊരു ഭയവും വേണ്ട. അതാ അബ്രവീതദാ സതി സീത സർവാംഗസുന്ദരി രക്ഷസാം കാമരൂപാണാം വിജ്ഞാനേ മമകാഗതിഹേ. സുന്ദരിയും സാധിയുമായ സീത അവരോട് പറഞ്ഞു, കാമരൂപികളായ രാക്ഷസന്മാരുടെ കാര്യം എനിക്ക് എങ്ങനെ അറിയാം? യൂയമേവാഭിജാനീതായോയം യദ്വാ കരിഷ്യതി അഹിരേവ ഹ്യഹേ പാദാൻ വിജാനാദിന സംശയ. ഇവൻ ആരാണ്, എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ തന്നെ അറിയേണ്ടതാണ്. പാമ്പ് പോയ വഴികൾ പാമ്പിന് മാത്രമേ അറിയൂ, സംശയമില്ല. അഹം അപ്യസ്യ ഭീതാസ്മി നൈനം ജാനാമി ഗോന്വയം വേദ്മി രാക്ഷസമേ ബൈനം കാമരൂപിണമാഗതം. ഇവിടെ വന്നിരിക്കുന്ന ഇവൻ കാമരൂപിയായ രാക്ഷസനാണെന്ന് എനിക്ക് തോന്നുന്നു. ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവനെ കണ്ടതോടെ ഞാനും ഭയപ്പെട്ടിരിക്കുകയാണ്. വൈദേഹ്യ വചനം ശുദ്ധ രാക്ഷസ്യോ വിദ്രുതാ ദൃഢം സ്ഥിതാ കാശ്യത് ഗതാ കാശ്യത് രാവണായ നിവേദിതും. സീതയുടെ വാക്കുകേട്ട രാക്ഷസികൾ സ്തബ്ധരായി. ചിലർ അമ്പരന്നോടി, മറ്റു ചിലർ വിവരമെല്ലാം രാവണനെ അറിയിക്കാനായി അങ്ങോട്ട് ചെന്നു. രാവണസ്യ സമീപേ രാക്ഷസ്യോ വികൃതാനനാഃ വിരൂപം വാനരം ഭീമം ആഖ്യാതും ഉപചക്രമുഹു. വികൃതമുഖികളായ രാക്ഷസികൾ രാവണന്റെ അടുത്ത് ചെന്ന് ഭീകരനും കാമരൂപിയുമായ വാനരനെ പറ്റി വിവരിച്ചു തുടങ്ങി. അശോകവനികാ മധ്യേ രാജൻ ഭീമവബുക്കഭിഃ സീതയാ കൃത സംവാദസ്തിഷ്ഠത്യമിത വിക്രമഃ. രാജൻ, അശോകവന മധ്യത്തിൽ സീതയോട് സംഭാഷണം ചെയ്തിരുന്ന അമിത പരാക്രമിയും ഭീമരൂപിയുമായ ഒരു വാനരനുണ്ട്. രജതം ജാനകി സീത ഹരിം ഹരിണലോചന അസ്മാഭിർബഹുധാ പൃഷ്ട നിവേദ ഇതുമിച്ഛതി. ഞങ്ങൾ പല പ്രാവശ്യം പല പ്രകാരത്തിൽ ചോദിച്ചിട്ടും സുന്ദരിയായ ജാനകി ആ വാനരൻ ആരാണെന്ന് പറയുന്നില്ല. വാസവസ്യ ഭവേ ദൂതോ വൈഷവണസ്യ വാ പ്രേഷിതോ വാ വിരാമേണ സീതാന്വേഷണകാംക്ഷയ. അവൻ ഇന്ദ്രന്റെ ദൂതനാണോ, കുബേരന്റെ ദൂതനാണോ, അല്ലെങ്കിൽ സീതയെ അന്വേഷിക്കാൻ വേണ്ടി രാമനയച്ച ദൂതനോ ആയിരിക്കാം. തേന ത്വദ്ഭൂതരൂപേണ യത്തവ മനോഹരം നാനാമൃഗഗണാകീർണം പ്രമുഷ്ടം പ്രമദാവനം. അത്ഭുതരൂപനായ അവൻ
നാനാമൃഗസങ്കീർണനും മനോഹരവുമായ അവിടത്തെ അന്തപുര ഉദ്യാനം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. തത്ര കശ്ചിത് ഉദ്ദേശോ യസ്തേന ന വിനാശിത യത്ര സാ ജാനകി സീത സതേന ന വിനാശിത. അവിടെ അവൻ നശിപ്പിക്കാത്ത സ്ഥലം തീരെയില്ല. എന്നാൽ സീതയിരിക്കുന്ന സ്ഥലം മാത്രം അവൻ തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടില്ല എന്ന് അർത്ഥം. ജാനകി രക്ഷണാർത്ഥം വാ ക്ഷമാദ്വാനോ ബലഭ്യതേ അഥവാ കഹ ക്ഷമസ്തസ്യ സൈവതേനാഭിരക്ഷിത. അങ്ങനെ ചെയ്തത് സീതയെ രക്ഷിക്കാനാണോ അതോ ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യണം? അവൻ അവളെ മാത്രം രക്ഷിച്ചു. ചാരുപല്ലവ പുഷ്പാഢ്യം യം സീത സ്വയമാസ്ഥിത പ്രവർദ്ധശം ശുഭാവൃക്ഷ സജതേനാഭിരക്ഷിത. ഭംഗിയാർന്ന തളിരുകളും പൂക്കളും തഴച്ചു വളർന്നു നിൽക്കുന്ന കീഴ്ത്തറയിൽ സീത വസിക്കുന്ന ആ അശോകവൃക്ഷം മാത്രം അവൻ കേടുവരുത്താതെ സംരക്ഷിച്ചു. തസ്യോഗ്രരൂപസ്യോഗ്രം ത്വം ദണ്ഡമാജ്ഞാതുമർഹസി സീതാ സംഭാഷിതായേന തദ്വരം ച വിനാശിതം. സീതയുമായി സംഭാഷണം ചെയ്തവനും പ്രമദവനം മുച്ചൂടും നശിപ്പിച്ചവനും ഉഗ്രരൂപനുമായവന് അങ്ങ് അതികഠിനമായ ശിക്ഷ തന്നെ വിധിക്കണം. മനഃപരിഗ്രഹീതാം താം തവ രക്ഷോ ഗണേശ്വര കഹ സീതാമഭിഭാഷേത യോ നസ്യാതക്തജീവിത. രാക്ഷസരാജൻ അങ്ങ് മനസ്സാ വരിച്ചു കൊണ്ടുവന്ന സീതയോട് ജീവനിൽ കൊതിയുള്ള ഒരുവൻ സംഭാഷണം ചെയ്യാൻ ഒരുങ്ങാൻ ധൈര്യപ്പെടുമോ? രാക്ഷസീനാം വജശ്രുത്വാ രാവണോ രാക്ഷസേശ്വര ഉദാഗ്നേരിവജ്വാല കോപസംഭർത്തിദേക്ഷണ. രാക്ഷസരാജാവായ രാവണൻ രാക്ഷസികളുടെ വാക്കുകേട്ട് കോപത്താൽ കണ്ണുരുട്ടി മിഴിച്ച് ഹോമാഗ്നി പോലെ ശോഭിച്ചു. തസ്യ ക്രുദ്ധസ്യ നേത്രാഭ്യാം പ്രാപതന്നസ്രബിന്ദവ ദീപ്താഭ്യാമിവ ദീപാഭ്യാം സാക്ഷിഷ സ്നേഹബിന്ദവ. കോപത്താൽ കലിതുള്ളുന്ന രാവണന്റെ രണ്ടു കണ്ണുകളിൽ നിന്നും കത്തുന്ന വിളക്കിൽ നിന്ന് അഗ്നി കണങ്ങളോടുകൂടിയ എണ്ണത്തുള്ളികൾ പോലെ കണ്ണീർ തുള്ളികൾ ഇറ്റുവീണു. ആത്മന സദശാൻ ശൂരാൻ കിങ്കരാണാമരാക്ഷസാൻ വ്യാധിദേശ മഹാതേജ നിഗ്രഹാർത്ഥം ഹനുമത. മഹാശൂരനായവൻ തന്നെ പോലുള്ള കിങ്കരന്മാർ എന്ന പരാക്രമികളായ രാക്ഷസന്മാരെ ഹനുമാനെ നിഗ്രഹിക്കാനായിട്ട് അയച്ചു. തേഷാം അശീതി സഹസ്രം കിങ്കരാണാം തരസ്സിനാം വിജയോർഭവനാ തസ്മാത് കൂടവൾഗരവാണയ മഹോദര മഹാദംഷ്ടാഘോരൂപ മഹാബല യുദ്ധാഭിമനസഃ സർവേ ഹനുമഗ്രഹണോന്മുഖാഃ. പെരുവയറന്മാരും മഹാദുഷ്ടന്മാരും മഹാബലശാലികളും ഘോരരൂപികളുമായ 80,000 വരുന്ന കിങ്കരന്മാർ കൂടം, മുൾത്തടി എന്നീ ആയുധങ്ങൾ കയ്യിലേന്തി യുദ്ധം ചെയ്ത് ഹനുമാനെ പിടിക്കാനായി വീടുകളിൽ നിന്നും പുറപ്പെട്ടു. ഏകബിന്ദം സമാസാദ്യ തോരണസ്ഥമവസ്ഥിതം അഭിഭേദോർമഹാവേഗ പതംഗ ഇവ പാവകം. തോരണഗോപുരത്തിന്റെ മുകളിൽ ശത്രുക്കളുടെ വരവും കാത്തുകൊണ്ടിരിക്കുന്ന വാനരനെ അഗ്നിയെ പാറ്റകൾ എന്ന പോലെ അതിവേഗശാലികളായ കിങ്കരന്മാർ എതിർത്തു. തേ ഗതാഭിർവിചിത്രാഭി പരിഘേകാഞ്ജനാംഗദേഹി ആജഗ്നോർവാനരശ്രേഷ്ഠം ശരൈശ്ചാദിത്യസന്നിഭേ. അവൻ പലതരം ഗതകളും സ്വർണ്ണച്ചിറകുകളുമുള്ള ഉലക്കകളും സൂര്യസന്നിഭങ്ങളായ ശരങ്ങളും കൊണ്ട് വാനർവീരനെ പ്രഹരിച്ചു. മുൽഗരെ പട്ടിശേശൂലേ പ്രാസദോ മരപാണയ പരിവാര്യ ഹനുമന്തം സഹസാതസ്തുരഗ്രത. കുന്തം, തോമരം, മുൾത്തടി, ശൂലം എന്നീ ആയുധങ്ങളേന്തി അവർ പെട്ടെന്ന് ഹനുമാനെ വളഞ്ഞുകൊണ്ട് നിലയുറപ്പിച്ചു. ഹനുമാനഭിതേജസ്വി ശ്രീമാൻ പർവ്വതസന്നിഭ ക്ഷിതാവാ വിദ്യരാങ്കൂലം നനാദാജമഹാസ്വനം. അതിതേജസ്വിയും ഗിരിതുല്യനുമായ ഹനുമാൻ വാൽ ശക്തിയായി നിലത്തടിച്ച് അട്ടഹസിച്ചു. സ ഭൂത്വാ സുമഹാകായോ ഹനുമാൻ മാരുതാത്മജ ദൃഷ്ടമാസ്ഫോടയാമാസ ലങ്കാം ശബ്ദേന പൂരയൻ. വായുപുത്രനായ ഹനുമാൻ ശരീരം കുറെ കൂടി വലുതാക്കി അട്ടഹാസത്താൽ ലങ്കയെ കുലുക്കിക്കൊണ്ട് ഉത്സാഹപൂർവം കൈകൊട്ടി ആർത്തു. തസ്യാ സ്ഫോടിത ശബ്ദേന മഹദാസാനുനാദിന വേദോർവിഹംഗാഗനാഥ് ഉച്ചേതമഘോഷയത്. ഹനുമാന്റെ മാറ്റൊലി കൊള്ളുമാറുള്ള വമ്പിച്ച ഹസ്തഘോഷത്താൽ ആകാശത്തിൽ നിന്ന് പക്ഷികൾ പേടിച്ച് നിലംപതിച്ചു. പിന്നെ അവൻ ഉച്ചത്തിൽ ഘോഷിച്ചു. ജയത്യതിബലോ രാമോ ലക്ഷ്മണശ്ച മഹാബല
രാജാ ജയതി സുഗ്രീവോ രാഘവേണാഭിപാലിത. അതിബലവാനായ ശ്രീരാമൻ വിജയിച്ചരുളട്ടെ. കരുത്തനായ ലക്ഷ്മണൻ വിജയിക്കുന്നു. രാമനാൽ സംരക്ഷിക്കപ്പെടുന്ന സുഗ്രീവ മഹാരാജാവും വിജയശ്രീരിതനായി വിളങ്ങുന്നു. ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ ക്ലിഷ്ടകർമ്മണ ഹനുമാൻ ശത്രുസൈന്യാന നിഹന്ത മാരുതാത്മജ. ക്ലേശമന്യ കാര്യങ്ങൾ ചെയ്ത് വിജയം ഭരിക്കുന്ന കോസലാധിപനായ രാമന്റെ ദാസനും ശത്രുകുലാന്തകനും വായുപുത്രനുമായ ഹനുമാനാണ് ഞാൻ. ന രാവണ സഹസം മേ യുദ്ധേ പ്രതിഫലം ഭവേത് ശിലാഭിസ്തു പ്രഹരത പാദഭൈശ്ച സഹസ്രശ. യുദ്ധത്തിൽ അനേകം പാറകളും വൃക്ഷങ്ങളും കൊണ്ട് ശത്രുക്കളെ പ്രഹരിച്ചൊടുക്കുന്ന എനിക്ക് എതിരെ നിന്ന് പോർ ചെയ്യാൻ 1000 രാവണൻ കൂടിയാലും സാധ്യമല്ല. അർദ്ധയുത്വാ പുരിം ലങ്കാം അഭിവാദ്യാജമൈഥിലിം സമൃദ്ധാർത്ഥോ ഗമിഷ്യാമി വിശദാം സർവരക്ഷസാം. രാക്ഷസരെല്ലാം തുറച്ചു നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ലങ്കാനഗരം തകർത്ത് സീതാദേവിയെ അഭിവാദ്യം ചെയ്ത് ഉദ്ദേശം സാധിച്ച് ഞാൻ മടങ്ങിപ്പോകും. തസ്യ സന്നാദശബ്ദേന തേ ഭവൻ ഭയശങ്കിത തതുശുശ്ച ഹനുമന്തം സന്ധ്യാമേഘമിവോന്നതം. ഹനുമാന്റെ ദിഗന്ധം നടുകുമാറുള്ള അട്ടഹാസം കേട്ട് രാക്ഷസന്മാർ ഭയചകിതരായി. സന്ധ്യാകാലമേഘം പോലെ ആകാശത്തിലേക്ക് ഉയർന്ന് വളർന്ന വാനരനെ അവർ കണ്ടു. സ്വാമി സന്ദേശ നിശ്ചംഗ തതസ്തേ രാക്ഷസാകവിം ചിത്രേ പ്രഹരണേർഭീമേർ ഹരിവേദുസ്തതസ്തദാ. സ്വാമിയായ രാവണന്റെ ആജ്ഞയാൽ ധൈര്യം സംഭരിച്ച ആ രാക്ഷസർ പലതരം ആയുധങ്ങൾ കൊണ്ട് അവിടെവിടെ നിന്ന് വാനരനെ പ്രഹരിച്ചു. സതേ പരിവൃതശൂരേ സർവദസ്സ മഹാബല ആസസാദായ സംഭീമം പരിഗം തോരണാശ്രിതം സതം പരിഗമാദായ ജഗാന രജനീചരാൻ. ശൂരന്മാരായ രാക്ഷസരാൽ വളയപ്പെട്ട ഹനുമാൻ ഗോപുരത്തിലിരുന്ന ഭീമാകാരമായ ഒരു ഇരുമ്പുലക്കെടുത്ത് അതുകൊണ്ട് ആ രാക്ഷസനെ അടിച്ചു കൊന്നു. സ പന്നകമിവാദായ സ്ഫുരന്തം വിനദാസുത വിജചാരാംബരേ വീര പരിഗ്രഹ്യജമാരുതി. സഹത്വ ഗരുഡൻ പാമ്പിനെ എടുത്തുകൊണ്ടെന്ന പോലെ വീരനായ മാരുതി ആ പരികമെടുത്ത് ആകാശത്തിൽ വട്ടമിട്ടു പറന്നു. സഹത്വാ രാക്ഷസാൻ വീരാൻ കിങ്കരാൻ മാരുതാത്മജ യുദ്ധകാംക്ഷി പുനർവീരസ്തോരണം സമുപാഷിത. വായുപുത്രനായ ആ വീരൻ രാക്ഷസവീരന്മാരായ കിങ്കരന്മാരെ കൊന്ന ശേഷം പിന്നെയും യുദ്ധക്കൊതിയോടെ തോരണാന്തപുരത്തിൽ വന്നിരുന്നു. തതസ്മാത് ഭയാൻമുക്താ കതിജിത്തത്ര രാക്ഷസാഃ നിഹതാൻ കിങ്കരാൻ സർവാൻ രാവണായ നിവേദയൻ. മൃത്യുവക്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ചില രാക്ഷസന്മാർ കിങ്കരന്മാർ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന വിവരം രാവണനെ അറിയിച്ചു. സ രാക്ഷസാനാം നിഹതം മഹൽബലം നിശമ്യ രാജാ പരിവൃത്തലോചന സമാധിദേശ പ്രതിമം പരാക്രമേ പ്രഹസ്തപുത്രം സമരേ സുദുർജയം. കിങ്കരന്മാർ എന്ന വൻപട കൊല്ലപ്പെട്ട വിവരം കേട്ട് രാക്ഷസരാജാവ് കോപത്താൽ കണ്ണുകൾ ഉരുട്ടിമിഴിച്ച് അതുല്യ പരാക്രമിയും അജയ്യനുമായ പ്രഹസ്തപുത്രനെ യുദ്ധത്തിന് അയച്ചു. ഇത്യാശയ ശ്രീമദ് രാമായണേ ആദികാവ്യേ സുന്ദരകാണ്ഡേ 42ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. ഇനി സുഗ്രീവന്റെ വിജയത്തെ ഘോഷിക്കുന്ന അധ്യായമാണ് അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.